ഹായ് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. ഞാൻ RK മീഡിയ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. സോ ഞാൻ ആ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്നും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ ഈ മോണിറ്റൈസേഷനിൽ നേരിട്ട പ്രശ്നങ്ങൾ കുറച്ചുണ്ട്. ഞാനത് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. നമ്മള് മോണിറ്റൈസേഷൻ ആയി നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ നമ്മുടെ ചാനലിൽ കയറുക. അവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ക്രീൻ കാണും. ഈ സ്ക്രീനിൽ താഴ്ഭാഗത്തായിട്ട് നമുക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇതേപോലുള്ള ഒരു പേജിലേക്കായിരിക്കും റീഡയറക്ട് ചെയ്യുക. ഈ പേജിൽ നമുക്കൊരു 3 സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ടാവും. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ 3 ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ചെയ്യണം. ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീൻ വരും. ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നമ്മൾ അക്സെപ്റ്റ് ദ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ടേംസ് എന്നുള്ളതുണ്ടാവും. ഇതിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, നമുക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അക്സെപ്റ്റിൽ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് 1ൽ ഇവിടെ മുകളിൽ ഡൺ എന്നിങ്ങനെ കാണിക്കും. ഈ ഡൺ എന്ന് കാണിക്കുന്നത് സ്റ്റെപ്പ് 1 കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതിന്റെ സിമ്പൽ ആണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 2ൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമ്മൾ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ്. അതിന്റെ അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ കൊടുക്കാം. നമ്മൾ എന്തായാലും ഐ ഡോണ്ട് നോ കൊടുക്കാൻ പോകുന്നില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്രയും കൊണ്ടുവന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഒരു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് അറിയും. സോ നമുക്ക് നമ്മളിപ്പോ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ഇമെയിൽ ID അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേറൊരു ഇമെയിൽ IDയിലേക്കാണ് ഇതിന്റെ മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് കൊടുക്കാം. ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് മോണിറ്റൈസേഷൻ പോളിസി കംപ്ലീറ്റ് ആവുന്നതാണ്. ഒരുപാട് ഫോർമാലിറ്റി ഇല്ല. സോ എല്ലാവരും ഫേസ് ചെയ്യുന്നത് ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് വരും. ഈ ഇന്റർഫേസിൽ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ആ സിസ്റ്റത്തിൽ ഏതെല്ലാം ഇമെയിൽ ID കണക്ട് ആയി കിടക്കുന്നുണ്ടോ എല്ലാത്തിന്റെയും ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇമെയിൽ IDയും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ആയിട്ടും അങ്ങോട്ട് വരാവുന്നതാണ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ഇന്റർഫേസിലേക്ക് വരും. ഇതിൽ 2 ഓപ്ഷൻ ആണ്. നമുക്ക് ഹെൽപ്പ് വേണോ വേണ്ടയോ എന്നുള്ളതുള്ള കാര്യങ്ങളാണ്. നമ്മൾ നോർമലി ഇതിൽ നോ ആണ് കൊടുക്കുക. നോ കൊടുത്തിട്ട് നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണാലിറ്റി കൊടുക്കാൻ പറയും. അവിടെ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾക്ക് ഇത് വായിച്ചു നോക്കാം. കാരണം നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മോണിറ്റൈസേഷൻ വീണ്ടും നഷ്ടമാവും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതുവരെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ ബിസിനസ് അക്കൗണ്ട് ആണോ എന്നാണ്. ചിലവർ ബിസിനസിന് വേണ്ടി പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യുന്നതുണ്ട്. അതായത് 2-3 പേര് കൂടി ചേർന്ന് ചെയ്യുന്നതായിരിക്കും. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഒറ്റയ്ക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമ്മൾ ഓൺ ആയിട്ടൊരു വീഡിയോ ഹയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നാണ് അർത്ഥമാക്കുന്നത്. സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേമിന്റെ പേര് കാര്യങ്ങളെല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ വരും. ഈ സ്ക്രീനിൽ നമ്മൾ നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഫുൾ അഡ്രസ്, ലാൻഡ്മാർക്ക്, അതേപോലെ തന്നെ പോസ്റ്റൽ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അതെല്ലാം വ്യക്തമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി, ഇനി റീഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മൾ മോണിറ്റൈസേഷൻ എനബിൾ ചെയ്യാൻ വേണ്ടി വന്ന പേജിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ റീഡയറക്റ്റ് കൊടുക്കുക. റീഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം വന്ന പേജിലേക്ക് വന്നു. ആദ്യം വന്ന പേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 കണ്ടോ, ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നത്. ഇത് അക്സെപ്റ്റ് ആവാൻ വേണ്ടി 6 മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ ടൈം എടുക്കാം. മിനിമം 6 മണിക്കൂറിനുള്ളിൽ ആവാറുണ്ട്. 6 മണിക്കൂറിനുള്ളിൽ നോർമലി ആവാറുണ്ട്. 6 മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ നമുക്ക് കണക്കെടുക്കാം.
ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി 2 ദിവസം വരെ ടൈം എടുക്കാറുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് കോമൺലി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരിക. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റീയൂസ്ഡ് കണ്ടന്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഏത് എററാണ് അവിടെ കാണിക്കുന്നത് ആ എറർ അവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഒരിക്കൽ മോണിറ്റൈസേഷൻ കൊടുത്തിട്ട് അത് അവർ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ 1 മാസം കാത്തിരിക്കണം. അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോവാം. അപ്പീൽ കൊടുത്തിട്ട് അങ്ങനെ ഒരു തെറ്റ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ടേംസിന്റെ മെയിൽ ഐ ഡിയിലേക്കാണ് നമ്മൾ അപ്പീൽ ചെയ്യുക. അവരത് ചെക്ക് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോണിറ്റൈസേഷൻ തരുന്നതായിരിക്കും. അതല്ലാത്ത പക്ഷം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം കാത്തിരിക്കേണ്ടി വരും. ആ 1 മാസത്തിനിടയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് എററാണോ വന്നിരിക്കുന്നത് ആ എറർ എങ്ങനെ മനസ്സിലാക്കി പരിഹരിക്കാം എന്ന് ചെക്ക് ചെയ്ത് പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ 3 മാസം കഴിയണം. സോ ഇത് നമുക്ക് വലിയൊരു ടൈം പീരീഡ് ആണ്. നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോവും. സോ അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. ഞാൻ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്സ് എന്നും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇത് നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു മെയിൽ വരും. അത് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മെയിലാണ്. ഈ മെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചാനൽ ആക്റ്റീവ് ആണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതേപോലൊരു ഇന്റർഫേസ് കാണിക്കും. സി മോർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി മോണിറ്റൈസേഷന്റെ പോളിസി കഴിഞ്ഞു കേട്ടോ. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതല്ലോ, നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വീഡിയോകളും മോണിറ്റൈസേഷൻ ഭാഗമാക്കുകയും നമുക്ക് എല്ലാ വീഡിയോയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ഇനി ഇടാൻ പോകുന്നതിന്റെ അല്ല, ഇതിനു മുമ്പ് ഇട്ടതിന്റെ കാര്യമാണ്. ഇതിനു മുമ്പ് ഇട്ടതില് നമ്മള് എന്താ പറയാ, ഇതിനു മുമ്പ് ഇട്ടതില് ഇതുവരെ നമുക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. പക്ഷെ ഇനി ഇട്ടതിൽ തന്നെ ഇനി ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ്. സി മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് വരും. ഈ ഇന്റർഫേസിന്റെ മുകളിൽ കണ്ടോ മോണിറ്റൈസ് വീഡിയോ എന്ന് പറയുന്നത്, ഇതിന്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്യുകയും നമ്മുടെ പോളിസി, അവരുടെ പോളിസി ഡീറ്റെയിൽസ് ഒക്കെ പറയാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് ലിങ്കുകളുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും ഒരുപാട് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ മോണിറ്റൈസ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. മോണിറ്റൈസ് വീഡിയോ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 2 ഓപ്ഷൻ വരുന്നതായിരിക്കും. ഡിസൈഡ് ലേറ്റർ എന്നും മോണിറ്റൈസ് ഓൾ വീഡിയോ നൗ എന്നുമായിരിക്കും 2 ഓപ്ഷൻ ഉള്ളത്. നമ്മൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്ലൈ പ്രിഫറൻസ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇത് വരും. അതിലും അപ്ലൈ പ്രിഫറൻസ് എന്നുള്ള സ്ഥലത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. കാരണം എല്ലാത്തിലും ടിക്ക് ഇട്ടിട്ടുണ്ട്, ഓട്ടോ ടിക്ക് ആണ്, എല്ലാം ടിക്ക് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അപ്ലൈ പ്രിഫറൻസിൽ കൊടുക്കുക. അപ്ലൈ പ്രിഫറൻസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട വീഡിയോസ് ഫുള്ള് ഇവിടെ ലോഡ് ആവുന്നതായിരിക്കും. വീഡിയോന്റെ എണ്ണവും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് റെക്കോർഡിൽ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഈ സ്ക്രീൻ ഒന്ന് റീഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് അപ്ലൈ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടാവും. അവിടെ അതിന്റെ ലോഡിങ് ഇവിടെ നടക്കുകയാണ്. ഈ സ്ക്രീൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ടില്ലേ മോണിറ്റൈസേഷൻ എന്നുള്ള പുതിയൊരു ഓപ്ഷൻ നമ്മുടെ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. ഈ ഓപ്ഷന്റെ കൂടെ താഴെ എല്ലാത്തിലും ഡോളർ ക്രോസ് മാർക്കാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഓണെന്ന് വരും. ഒരു ഗ്രീൻ കളർ ഡോളറിന്റെ സിമ്പിൾ അവിടെ വരുന്നതായിരിക്കും. അതിനർത്ഥം ഇനി മുതൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോകൾക്കും നമുക്ക് വരുമാനം ലഭിക്കും എന്ന് തന്നെയാണ്. ഓക്കെ അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്ന് മനസ്സിലായല്ലോ. ഇത്രയും ചെറിയ സ്റ്റെപ്പുകളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലും തീർച്ചയായിട്ടും മോണിറ്റൈസ് ആയി കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്സ് എന്നുള്ള കാര്യം പറയാം.